ഒരു ദിവസം നമുക്ക് ബിരിയാണി കച്ചവടം ചെയ്താലോ? അതും റോഡ് സൈഡ് വെച്ചിട്ട്. സംഭവം അതൊന്നല്ല, ഞാൻ മഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു മോനെയും വെച്ചുകൊണ്ട് 2 ചേച്ചിമാര് ബിരിയാണി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാണ് കേട്ടോ. ഒരു വരുമാനം ഞങ്ങൾക്കില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കുട്ടികൾ ചേർത്താണ് വേറെ ജോലിക്കും ഫുഡ് ഉണ്ടാക്കാനും അറിയാം. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവരിൽ മിക്ക ആൾക്കാരും പറയുന്നത് കുട്ടിയുള്ളതുകൊണ്ട് നമുക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല, ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവർക്ക് അറിയാവുന്ന ആ ഒരു പാചകം വെച്ചുകൊണ്ട് അധ്വാനിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഇന്ന് ഇവര് നല്ലൊരു ബിസിനസ്സുകാരിയാണ്. അപ്പൊ ഞാനും അവരുടെ കൂടെ കുറച്ച് നേരം നിന്ന് അവർക്ക് ഇങ്ങനെ ബിരിയാണിയൊക്കെ കച്ചവടമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നും സഹായം കാത്തു നിൽക്കുന്നവർ ഓൾവേസ് സഹായം കാത്തു നിൽക്കുന്നവരായിട്ട് തന്നെ ജീവിതം നീങ്ങിപ്പോവും. അതേസമയം അധ്വാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ ഇതുപോലെ പല മാറ്റങ്ങളും ജീവിതത്തിൽ വരും കേട്ടോ. മിക്ക സ്ത്രീകളും കുറെ കഴിവുകൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നാട്ടുകാരെ പഠിച്ചിട്ടാണ്. നാട്ടുകാരെ പഠിച്ചിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഓൾവേസ് നാട്ടുകാരെ നോക്കിയിട്ട് മാത്രം ജീവിക്കാം. അവർ പലതും പറയും കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഈ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ചേച്ചിമാരെ ഡെയിലി 5000